അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ അവരെ വിളിക്കുന്നത് അവർക്കൊരു പ്രത്യേക കഴിവ് അള്ള കൊടുത്തതല്ലാതെ ഉണ്ട് എന്ന് ആരും വിശ്വസിക്കുന്നില്ല. എനിക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല, എൻ്റെ ഉമ്മക്കില്ല, എൻ്റെ വാപ്പക്കില്ല, എൻ്റെ ഉസ്താദിനില്ല, എൻ്റെ ഡോക്ടർക്കില്ല, എൻ്റെ മുതലാളിക്കില്ല, ബദരീങ്ങൾക്കുമില്ല, ഔസുലാദങ്ങൾക്കുമില്ല, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകൾക്കും സ്വന്തമായിട്ട് ഒരു കഴിവും ലോകത്ത് ആർക്കുമില്ല. പക്ഷേ ബദരീങ്ങൾക്ക് ഒരു കഴിവുമില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ എല്ലാ കഴിവുമുള്ള അള്ളാഹുവിനോട് തേടുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നതിന്റെ അള്ളാഹുവിനോട് സഹായം തേടരുത് എന്ന്, ചോദിക്കരുത് എന്ന് ഖുർആനിൽ എവിടെയുമില്ല. ചോദിക്കണമെന്നുണ്ട് താൻ. എന്തുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനോട് മാത്രം ചോദിച്ചുകൂടാ? ഇദ്ദേഹം പറയുന്നത് ബദരീങ്ങൾക്ക് പ്രത്യേകമായ കഴിവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ മക്കയിലെ മുശ്രിക്കുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, കാനൽ മുശ്രികൂന യഖൂലൂൻ, മുശ്രിക്കുകൾ പറയാറുണ്ടായിരുന്നു. എന്താണ് അവർ പറയാറുണ്ടായിരുന്നത്? ലബ്ബൈക ലാ ശരീക ലക്, അല്ലാഹു എന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല. നോക്കൂ, നിനക്കൊരു പങ്കുകാരനുമില്ല എന്നവർ പറയുമായിരുന്നു. അപ്പോൾ ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൈലകും ഖദ് ഖദ്, അത് കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അവിടെ നിങ്ങൾ അവസാനിപ്പിക്കൂ, പിന്നെ അതിനപ്പുറത്തേക്കുള്ളത് പറയല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുമായിരുന്നു. പക്ഷെ അവർ തുടരും, ഇല്ലാ ശരീകൻ, അല്ലാഹു നിനക്ക് ഒരു പങ്കാളിയുണ്ട്, വഹുവ ലക, ആ പങ്കാളി അല്ലാഹുവേ നിന്റേതാണ്, നീയാണ് ആ പങ്കാളിയുടെ ഉടമസ്ഥൻ. ലാത്തയെയും അസ്സയെയും മനാത്തയെയും ഹുബലിനെയും എല്ലാവരെയും ഉടമപ്പെടുത്തുന്നത് അല്ലാഹു നീയാണ്. ആ പങ്കാളിയെയും അവൻ എന്തൊക്കെ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതിനെയുമെല്ലാം അല്ലാഹുവേ നീയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറയുമായിരുന്നു.